യെസ്, എന്തായാലും രാജ്യസഭ പ്രതിപക്ഷ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കണം. കാരണം ഇപ്പോൾ വിവിധ വിഷയങ്ങൾ ടേബിൾ ചെയ്യുകയാണ്. അതിനുശേഷം ആണ് സാധാരണ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാറുള്ളത്. പക്ഷേ ലോക്സഭയിൽ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധം നടത്തുന്നു, മുദ്രാവാക്യം മുഴക്കുന്നു. സഭയ്ക്ക് പുറത്ത് എല്ലാവരും തടിച്ചുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഇപ്പോൾ സഭാ സമ്മേളനം നടക്കുന്നത്. പാർലമെന്റിന് പുറത്തേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. മനു, സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം കനപ്പിക്കുകയാണ് പ്രതിപക്ഷം. പാർലമെന്റിൽ അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നു. ഇപ്പോഴും BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി ഒരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ തള്ളിയിട്ടു എന്നാണ് പ്രതാപ് ചന്ദ്ര സാരംഗി ആരോപിക്കുന്നത്. തള്ളിയിട്ട വീഴ്ചയിൽ തനിക്ക് പരിക്കേറ്റു. സ്റ്റേഴ്സ്, അതായത് ഈ കോണിപ്പടിയിൽ നിൽക്കുന്ന സമയത്താണ്, അതിലേക്കുള്ള സ്റ്റെപ്പിൽ നിൽക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി വരികയും തന്നെ തള്ളിയിടുകയും ചെയ്തു. इसमें मैं अंदर जाने की कोशिश कर रहा था तो BJP के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है बस। देखिए हाँ किया है मगर ठीक है कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट हाउस की और हमारा अधिकार है अंदर जाने का, और बीजेपी के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे थे। सेंट्रल इशू है जो आप लोग मांग कर रहे हैं अमित शाह के रेजिग्नेशन को लेकर। नहीं, सेंट्रल इशू है कि ये कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं और जो अंबेडकर जी की मेमोरी है उसका अपमान कर रहे हैं। बीजेपी सर आप लोगों से माफी की मांग कर रही है, कह रही है कांग्रेस माफी मांगे। मैम आपके साथ धक्का मुक्की हुई है? मैम प्रियंका जी आपके साथ बदसलूकी हुई है? आपके साथ യെസ്, വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിനിടെയാണ് രാഹുൽ ഗാന്ധി തന്നെ തള്ളിയിട്ടു എന്ന തരത്തിലുള്ള പ്രതികരണം BJP MPയുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്നത്. BJP MPക്ക് പരുക്കുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതേസമയം പുറത്ത് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. മനു, എന്താണ് ഈ BJP MPയുടെ ആരോപണം? എങ്ങനെ പരിക്കേറ്റു, എവിടെ വെച്ച് തള്ളിയിട്ടു എന്നുള്ളതാണ്. അതെ, ഈ പാർലമെന്റിലേക്ക് കടക്കുന്ന മുൻവശത്ത് വെച്ച് ലോക്സഭയ്ക്ക് മുന്നിൽ വെച്ചാണ് തന്നെ തള്ളിയിട്ടത് എന്നാണ് BJP MP വ്യക്തമാക്കുന്നത്, പ്രതാപ് ചന്ദ്ര സാരംഗി. പക്ഷേ അതേസമയം രാഹുൽ ഗാന്ധി പറയുന്നത് താൻ ലോക്സഭയിലേക്ക് കടക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ കവാടത്തിൽ വെച്ച് തന്നെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ബലം പ്രയോഗിച്ച് കടക്കാനകത്തേക്ക് ശ്രമം നടന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അവിടെ ഒരു ഉന്തുംതള്ളും ഉണ്ടായിരിക്കുന്നു. ഒരു MPക്ക് പരിക്കേറ്റിരിക്കുന്നു. രാഹുൽ ഗാന്ധി ആ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് താൻ അവിടെ ഇതിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ, ലോക്സഭയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ തനിക്ക് നേരെയാണ് തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം ഹിമാൻഷു ജെയിൻ പറയുന്നത് അത് രാഹുൽ ഗാന്ധി അവിടെ അകത്തേക്ക് കടക്കാൻ ദേഷ്യപ്പെട്ടാണ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. എന്തായാലും മനു, അങ്ങനെ പറയുമ്പോൾ പോലും ഇതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. കൃത്യമായി ദൃശ്യങ്ങളടക്കം പാർലമെന്റിന്റെ എല്ലാ സംവിധാനവും, അതീവ സുരക്ഷാ മേഖലയാണ് പാർലമെന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമെന്നത് നമുക്കറിയാം. പാർലമെന്റിന്റെ ഓരോ പരിസരത്തും കൃത്യമായി CCTVകൾ ഉണ്ട്. മാത്രവുമല്ല, ഈ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് കടക്കാൻ പറ്റുമെങ്കിൽ അതിനെ തടയാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് BJP MPമാർക്കുള്ളത് എന്നതും ചോദ്യമാണല്ലോ. അങ്ങനെ തടയേണ്ട സാഹചര്യം എന്താണ്? പാർലമെന്റ് അംഗത്തിന് പാർലമെന്റിലേക്ക് വരുമ്പോൾ അതിനെ തടയാൻ BJP MPമാർക്ക് എങ്ങനെയാണ് സാധിക്കുക? അങ്ങനെ തള്ളിയിട്ടുകൊണ്ട് പാർലമെന്റിലേക്ക് കടക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടാകുന്നത്? ഇന്ന് പ്രതിഷേധത്തിലാണ്. പാർലമെന്റിൽ BJP അമിത്ഷായുടെ വാക്കുകൾ
കോൺഗ്രസ് വളച്ചൊടിക്കുന്നു, അംബേദ്കറെ അധിക്ഷേപിച്ചു എന്ന ഈ പരാമർശം വലിയ തോതിലുള്ള വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തിരിക്കും. BJP ഇത് കോൺഗ്രസ്സാണ് അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതേസമയം കോൺഗ്രസ് ആകട്ടെ അമിത്ഷാ രാജിവെക്കണം, അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും, അമിത്ഷാ മാപ്പ് പറയാനും തയ്യാറാകണം എന്ന അഭിപ്രായം കോൺഗ്രസ് വയ്ക്കുന്നു. ഇരു വിഭാഗവും പാർലമെന്റിന് പുറത്ത് ഇത് സംബന്ധിച്ച പ്രതിഷേധങ്ങൾ നടത്തുന്നു. ആദ്യം മഗർദ്വാരയിലേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് നടത്തുന്നു. BJP അംഗങ്ങളും പാർലമെന്റിന്റെ കവാടത്തിൽ അല്ലെങ്കിൽ ലോക്സഭയുടെ കവാടത്തിൽ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതിനുശേഷം സഭയ്ക്ക് അകത്തേക്ക് കടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഉന്തും തള്ളും ഉണ്ടായത്. തുടർന്ന് രാഹുൽ ഗാന്ധി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടഞ്ഞ MP-യെയാണ് തള്ളിയിട്ടത് എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. ഏതായാലും MP വീണിരിക്കുന്നു, വീണ് MP-ക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് പ്രതാപ് ചന്ദ്ര സാരംഗി വ്യക്തമാക്കുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ, ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകും. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്ന കാര്യം ഇരു വിഭാഗവും സ്ഥിരീകരിക്കുന്നു. താൻ പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അനാവശ്യമായി ഭീഷണിപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്തതെന്ന് രാഹുൽ പറയുന്നു. അതേസമയം പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധവുമായി നിൽക്കുന്ന തന്നെ തള്ളി താഴെയിട്ടു എന്നാണ് BJP MP-യുടെ പ്രതികരണം. ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ, ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും പാർലമെന്റിൽ സാധാരണ തർക്കങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടോ ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കേണ്ട ഒരിടത്ത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് അത്ര ആശ്വാസകരമായ ഒരു സംഭവമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, എന്തായാലും പരിക്കേറ്റ MP എന്താണ് പറയുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കാം. राहुल गांधी ने धक्का मारा। राहुल गांधी कौन सी जगह पे सर? सर किस जगह पे? യെസ്, രാഹുൽ ഗാന്ധിയാണ് തന്നെ തള്ളിയിട്ടത് എന്നാണ് പ്രതാപ് ചന്ദ്ര സാരംഗി പറയുന്നത്. और राहुल गांधी ने आकर के MP को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं। कहाँ चोट लगी सर आपको? कहाँ चोट लगी सर? एक बार दिखा दीजिए। मैं खड़ा हुआ था, राहुल गांधी एक MP को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। किसने धक्का मारा? राहुल गांधी ने? हाँ, राहुल गांधी ने। राहुल गांधी ने धक्का मारा? राहुल गांधी कौन सी जगह पे सर? सर किस जगह पे? യെസ്, രാഹുൽ ഗാന്ധി തന്നെ തള്ളിയിട്ടു എന്നാണ് പറയുന്നത്. मैं खड़ा हुआ था और राहुल गांधी ने आकर के एक MP को धक्का लगाया, वो मेरे ऊपर गिर पड़ा और मैं। कहाँ चोट लगी सर आपको? कहाँ चोट लगी सर? एक बार दिखा दीजिए। യെസ്, എന്തായാലും അതിനാടകീയമായ സാഹചര്യങ്ങൾ ആണ് ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിട്ടുള്ളത്. രാജ്യസഭാ നടപടികളും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്നത്. നേരത്തെ സഭാ നടപടികൾ നിർത്തിവെച്ചതിനെ തുടർന്ന് ലോക്സഭാ MP-മാർ സഭാ കവാടത്തിന് പുറത്ത് പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിക്കുന്നു. ഇതിനിടയിലാണ് BJP MP രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്നത്. BJP MP-ക്ക് പരിക്കുണ്ട് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തന്നെ രാഹുൽ ഗാന്ധി തള്ളിയിട്ടു, അങ്ങനെ താൻ താഴെ വീണു, അങ്ങനെയാണ് പരിക്കേറ്റത് എന്നാണ് MP പറയുന്നത്. പക്ഷേ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പാർലമെന്റ് കവാടത്തിലാണ് ഇങ്ങനെ ഉന്തും തള്ളും ഉണ്ടായത് എങ്കിൽ എന്തായിരുന്നു അതിന്റെ സാഹചര്യം? പ്രത്യേകിച്ച് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷാംഗങ്ങൾ BJP അംഗങ്ങൾ തടഞ്ഞതാണോ അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യമാണോ എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. തങ്ങളെ തടഞ്ഞു BJP MP-മാർ എന്ന തരത്തിലാണ് കോൺഗ്രസ് MP-മാരുടെ പ്രതികരണങ്ങളായി പുറത്തു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് ലോക്സഭയ്ക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ ആണ്. അവിടെ വലിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ അടക്കം മുഴക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എങ്കിൽ മറുഭാഗത്ത് പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി തള്ളിയിട്ടതിനെ തുടർന്ന് തനിക്ക് പരിക്കേറ്റു എന്നാണ്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, അതിനാടകീയമായ രംഗങ്ങൾക്കാണിപ്പോൾ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇത്രയും ചൂടുപിടിക്കുമെന്ന് ഒരുപക്ഷെ ആളുകൾ കരുതി കാണില്ല. ഏതായാലും വാഗ്വാദങ്ങൾക്കപ്പുറത്തേക്ക് അടിപിടിയിലേക്കും കയ്യാങ്കളിയിലേക്കും പാർലമെന്റ് നീങ്ങുന്നു എന്ന ഖേദകരമായ വിവരമാണ് പുറത്തുവരുന്നത്. ഈ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം മുതലെടുത്ത് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. പാർലമെന്റിൽ ഇരുവിഭാഗവും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധവുമായി വന്നു. കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുന്നു എന്ന് ആരോപിച്ച് BJP അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ അമിത്ഷാ
ലോക്സഭയിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവന, രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞ് അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും NDA സഖ്യകക്ഷികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇരു വിഭാഗവും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടത്തിയിരുന്നു. നീല പ്ലേക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധത്തിന് എത്തിയപ്പോൾ വെള്ള ബോർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP അംഗങ്ങളും പ്രതിഷേധിച്ചു. പാർലമെന്റിന്റെ കവാടത്തിലായിരുന്നു BJPയുടെ പ്രതിഷേധം. അതേസമയം ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കും.